Zara Gold Diamonds and Platinum CPA Complex CPA Junction Edavanna Sigma Electronics Gallery എടവണ്ണപ്പാറ അരീക്കോട് മഞ്ചേരി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ 22 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ. വലിയ പ്രതീക്ഷയിൽ UDF കൊണ്ടുവന്ന പ്രൊജക്ടാണ് സ്മാർട്ട് സിറ്റി എന്ന PK കുഞ്ഞാലിക്കുട്ടി. LDF സർക്കാർ സ്മാർട്ട് സിറ്റിയെ ഞെക്കിക്കൊന്നു. നഷ്ടപരിഹാരം നൽകുക എന്നത് വിചിത്രമായ നടപടിയെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു. ഗവൺമെന്റുകളും സ്മാർട്ട് സിറ്റിയെ ഞെക്കി അവസാനം ഇപ്പോൾ കൊന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആന്റണി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അന്ന് IT മിനിസ്റ്റർ ഞാനായിരുന്നു. അതിന് പ്രാരംഭ ചർച്ച മുതൽ എനിക്കറിയാം. ഞങ്ങൾ വലിയ പ്രതീക്ഷയിലാണ് ഇത് കൊണ്ട് വന്നത്. അക്കാലത്ത് തന്നെയാണ് ഇൻഫോ പാർക്ക് ഉണ്ടാക്കിയത്. ആ ഇൻഫോ പാർക്ക് ടൈം ബൗണ്ടായിട്ട് കേവലം 10 മാസത്തിൻ്റെ ഉള്ളിൽ പൂർത്തിയാക്കി ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവന്ന ഗവൺമെൻറ്റായിരുന്നു അത്. അപ്പോൾ ഹൈ ഡിമാൻഡ് ഉള്ളതുകൊണ്ടാണ് ഇൻ്റർനെറ്റ് സിറ്റി ദുബായിലുള്ളതുപോലെ മലയാളികൾ ധാരാളം വർക്ക് ചെയ്യുന്ന സ്ഥിതിയുള്ളതുകൊണ്ട് അത് ഇങ്ങോട്ട് പറിച്ചു നടാം, മലയാളികൾക്ക് ഇവിടെ തന്നെ ആ വലിയ മുദ്രാവാക്യവുമായി അത് വന്നത്. പക്ഷെ പിന്നീട് വന്ന ഗവൺമെൻറ് അതിനോടെടുത്ത സമീപനം വളരെ നിരാശാജനകമായിരുന്നു. 2006 ശേഷം അതിനുശേഷം അതിൻ്റെ ദുഷ്കാലം തുടങ്ങി. പിന്നെ അത് മുടന്തി പിന്നെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് വന്നതിന് ശേഷം ഞങ്ങൾ പോയി അവിടെ ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ ഗവൺമെൻറ് ലെവലിൽ ഞങ്ങൾ ചർച്ച നടത്തി. അതിൻ്റെ പടമൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ നോക്കിയാൽ റിവ്യൂ ചെയ്താൽ കിട്ടും. അത് വീണ്ടും ലൈവാക്കി വലിയ ഹോപ്പിൽ പിന്നെ അത് കൊണ്ടുവന്നു. ഇപ്പോൾ കഴിഞ്ഞ 10-12 കൊല്ലമായിട്ട് ഒരു പിന്നെ UDF ഗവൺമെൻറ്റിൻ്റെ അവസാന ഘട്ടത്തിൽ നടന്നതല്ലാതെ അതിന് ശേഷം പിന്നെ ഒന്നും നടന്നില്ല. അവസാനം ഇപ്പോൾ കോമ്പൻസേഷൻ കൊടുത്ത് ഒഴിവാക്കുകയാണെന്നാണ് പറയുന്നത്. വളരെ വിചിത്രമായ ഒരു സംഗതിയാണ് തോന്നുന്നത്. ഇങ്ങനെ ഇടുന്നതിൽ ഒട്ടും ഗുണമില്ല, പക്ഷേ പരാജയം വേണ്ട പൂർണ്ണമാകുന്നതാണല്ലോ അവരെ പിന്നെ കോമ്പൻസേഷൻ കൊടുത്ത് ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞാൽ. ഈ കോമ്പൻസേഷൻ കൊടുത്ത് ഒഴിവാക്കുന്നതെന്ന് പറയുമ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായെന്നുള്ളതല്ലേ അതിൻ്റെ അർത്ഥം വെക്കുന്നത്? കാരണം സർക്കാർ അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതല്ല അതിനെപ്പറ്റി അതിൻ്റെ ഏത് സാഹചര്യത്തിലാണ് അവരത് ചെയ്തിരിക്കുന്നത് എനിക്കറിയില്ല. കാരണം അവിടെ ഒരു അർദ്ധ സർക്കാർ അതുപോലുള്ള ഒരു സംവിധാനമാണ് ദുബായിലുള്ളത്. അതുകൊണ്ട് അത് ഏത് സാഹചര്യത്തിലാണ് ഈ നഷ്ടപരിഹാരം ബാക്കി കാര്യങ്ങൾ എന്നുള്ളത് എനിക്ക് പഠിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, വളരെ വിചിത്രമായൊരു തീരുമാനം. അതുപോലെ തന്നെ എല്ലാ സക്സസീവായിട്ടുള്ള ഇടതുപക്ഷ ഗവൺമെൻറ്റുകളുടെ ഈ വലിയ ഇൻവെസ്റ്റ്മെൻറ്റിനോടുള്ള ഒരു അപ്രോച്ച് അതാണ് കാര്യങ്ങളെ ഈ സ്ഥിതിയിൽ എത്തിച്ചത്. അത് ഉറപ്പിച്ച് പറയാൻ കഴിയും. ആദ്യകാലത്ത് എന്തൊരു എന്തൂസിയാസമായിരുന്നു. ആ എന്തൂസിയാസം ഗുണം ചെയ്യുന്നുള്ളതിൻ്റെ തെളിവാണ് ഇൻഫോ പാർക്ക്, കൊച്ചിയിലെ ഇൻഫോ പാർക്ക്, ഇൻഫോസിസ്, വിപ്രോ ഇതൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നതാണ്. ആ സമയത്ത് തന്നെയാണ് സ്മാർട്ട് സിറ്റിയും വന്നത്. പക്ഷേ കുറച്ചുകൂടി കാര്യങ്ങൾ സ്മാർട്ടായിട്ട് കൈകാര്യം ചെയ്തിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ സ്മാർട്ട് സിറ്റി ഒരു റിയാലിറ്റി ആവുമായിരുന്നു. പക്ഷെ അത് ചെയ്തില്ല. അതെ, തുടർ പ്രവർത്തനം ഒന്നും നടക്കാത്തത് കൊണ്ടും ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനോട് ഒരു നെഗറ്റീവ് അപ്രോച്ച് പിന്നീട് വന്ന VS ഗവൺമെൻറ്റിൻ്റെ കാലത്തും അതിനെ തുടർന്നുള്ള സമയത്തും ഒക്കെ അവർ എടുക്കുന്നത് കൊണ്ടുമാണ് ഇങ്ങനെ ഒരു സ്ഥിതിയിൽ എത്തിയത്. ഇപ്പം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത് വളരെ വിചിത്രമായ ഒരു തീരുമാനമാണ്. ഞാനിപ്പോൾ അത്രേ പറയുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. അത് പഠിച്ചതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് അഭിപ്രായം പറയാം. ഈ മന്ത്രിസഭ തീരുമാനം വന്നതല്ലാതെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശദാംശങ്ങൾ ഇതൊരു സർക്കാർ അറിയിച്ചിട്ടില്ല. എന്തുകൊണ്ട് നിർത്തലാക്കുന്നു എന്നുള്ള കാര്യത്തിലും ഒരു വ്യക്തതയില്ല. ഇല്ല, അറിയില്ല. അതാ പറഞ്ഞത്, വാർത്ത കാണുന്നതല്ലാതെ ബാക്കിയൊന്നും ഞങ്ങൾക്കൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം എന്താണ് ഇങ്ങനെ ഒരു പിന്മാറ്റവും നഷ്ടപരിഹാരവും ഒക്കെ എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്നിട്ട് പറയാം. ഈ 90,000-ഓളം പേർക്ക് തൊഴിലവസരം എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നത്. അത്തരമൊരു സംരംഭമാണ് ഇതിപ്പോൾ അവസാനിപ്പിക്കാൻ പോകുന്നത്. ഇപ്പോഴാണെങ്കിൽ 10,000 ആളുകൾക്ക് പോലും ഇതുവരെ അവിടെ തൊഴിൽ നൽകാനും കഴിഞ്ഞിട്ടില്ല. തൊഴിൽ കൊടുക്കുന്ന സംരംഭങ്ങൾ അല്ലെങ്കിൽ തന്നെ അവസാനിപ്പിച്ചു IT-യിൽ ഒക്കെ. കാരണം വലിയ എന്തൂസിയാസം ആയിരുന്നില്ലേ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത്? എത്ര പേർക്കാണ് തൊഴിൽ കൊടുത്തത്? ഏറ്റവും നല്ല ഉദാഹരണമല്ലേ പിന്നെ ഇൻഫോസിസ്.
അതുപോലുള്ള ഉദാഹരണമല്ലേ മറ്റു വലിയ വലിയ പ്രൈവറ്റ് അവർക്ക് സ്വന്തമായി ക്യാമ്പസ് ഉണ്ടാക്കി അവരൊക്കെ ഏതെല്ലാം രീതിയിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഇവിടെ നടത്തി. ഈ സർക്കാർ മേഖലയിൽ തന്നെ ഇൻഫോ പാർക്ക് ഏറ്റവും വലിയ ഉദാഹരണമല്ലേ. അതെല്ലാം പോയില്ലേ, അതൊക്കെ പിന്നെ ഫില്ലായില്ലേ, നിറഞ്ഞു ഇൻഫോ പാർക്കൊക്കെ. എന്തുകൊണ്ട് സ്മാർട്ട് സിറ്റി മാത്രം ഇങ്ങനെ ആയി എന്ന് ചോദിച്ചാൽ അതിനോടുള്ള അപ്രോച്ച്, അതിൽ കാര്യക്ഷമത കാണിക്കാതെ ഒരു വല്ലാത്ത നയം എടുത്ത് എല്ലാം കൂടി സ്മാർട്ട് സിറ്റിയെ കൊല്ലാകൊല ചെയ്തതാണ്. UDF സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയായതുകൊണ്ട് ഇടതുപക്ഷം മനഃപൂർവ്വം അത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചു എന്നാണ്. അറിയില്ല, അന്ന് തുടക്കത്തിൽ അങ്ങനെ തോന്നിയിരുന്നു. 2006 അങ്ങനെ തോന്നിയിരുന്നു. എന്ത് സ്മാർട്ട് സിറ്റി, ഏത് സ്മാർട്ട് സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അപ്രോച്ചായിരുന്നു 2006 VS ഗവൺമെൻറ് കാലത്ത്. ഇപ്പോൾ മന്ത്രി പി രാജീവൊക്കെ പറയുന്നത് ഈ ആശയം വിട്ടിട്ടില്ല, സ്മാർട്ട് സിറ്റി എന്നുള്ള ആശയം വിട്ടിട്ടില്ല, അപ്പോൾ ആ സ്ഥലം ഗുണകരമായിട്ട് ഉപയോഗിക്കും എന്നുള്ളതൊക്കെയാണ്. അത്രയെങ്കിലും പിന്നെ നല്ല കാര്യം. അതായത് അന്ന് 2006 ഗവൺമെൻറ് വന്നപ്പോൾ ഏത് സ്മാർട്ട് സിറ്റി, എന്ത് ഇവരൊക്കെ ഇവിടെ കിടന്നുറങ്ങാൻ വരികയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അപ്രോച്ചായിരുന്നു. അത് മാറിയിപ്പോൾ പിന്നെ ഉപയോഗിക്കും, ഇപ്പോഴും ശ്രമിക്കും എന്ന് പറയുന്നുണ്ടല്ലോ. പക്ഷേ ശ്രമം തുടങ്ങിയിട്ട് കാലം കുറേയായി. എന്നാൽ അതെങ്കിലും പറയുന്നുണ്ടല്ലോ എന്ന് നമുക്ക് കരുതി സമാധാനിക്കാം. പക്ഷേ ആ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്തുണ്ടായിരുന്ന ആ ഒരു എന്തൂസിയാസവും സ്മാർട്ട്നെസ്സും അത് വീണ്ടെടുക്കാൻ ഒരിക്കലും ഈ ഗവൺമെൻറ്റുകൾക്കൊന്നും കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത. അതിൻ്റെ അനന്തരഫലമാണ്. ഇതിലിപ്പോൾ 246 ഏക്കറോളം വരുന്ന അത്രയും വില മതിക്കുന്ന ഒരു ഭൂമിയുടെ വിഷയം കൂടി ഉണ്ടല്ലോ. ആ ഭൂമി എന്ത് ചെയ്യുന്നുള്ളൊരു ചോദ്യം വലിയ ഇത് വരുന്നില്ല. അല്ല, ഭൂമി കേരളത്തിൽ പല വിധത്തിലും ഉപയോഗിക്കാൻ പറ്റും. കൊച്ചിയിലല്ലേ, കൊച്ചിയിൽ ഭൂമിക്ക് പിന്നെ ഭാവിയിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ വന്ന ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ അതിന് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരുന്നു കഴിഞ്ഞ ഒരു 10 കൊല്ലത്തിൻ്റെ അകം. അങ്ങനെ ഒരു സംഭവവികാസങ്ങളിലേക്ക് അത് പോയി എന്ന് പറയുന്നത് എത്ര നിർഭാഗ്യകരമാണ്, എത്ര മോശമായ ഒരു വാർത്തയാണ്. അതാണ് പ്രശ്നം. ഇനി എന്തുണ്ടാവണോ എന്നുള്ളത് ഇനിയിപ്പോൾ കാത്തിരുന്ന് കാണാം എന്നല്ലാതെ നമുക്കൊന്നും പറയാൻ കഴിയില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ അവിടെ കൊച്ചിയിൽ ഇത്രയും സ്ഥലം വേറെ ഒരു വിധത്തിലും ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷേ സമയം എത്ര പോയി, കാലം എത്ര കളഞ്ഞു. IT-ലൊക്കെ ഒരു കാര്യമുണ്ട്. IT-യിൽ നല്ല നല്ല സമയങ്ങളൊക്കെ ഇതിനു മുമ്പും പലതും കളഞ്ഞിട്ടുണ്ട്. ബാംഗ്ലൂരും അതുപോലെ തന്നെ ചെന്നൈയൊക്കെ വൻതോതിൽ മുന്നോട്ട് വന്ന സമയത്ത് കൊച്ചിയിൽ എന്തെങ്കിലും ചെയ്യേണ്ടതായിരുന്നു. ഞങ്ങൾ ആൻ്റണി ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് കൊച്ചിയിൽ ആദ്യത്തെ പോയി നോക്കിയത് തന്നെ കാക്കനാട്. ഞാൻ IT മിനിസ്റ്റർ എന്നുള്ള ആൾക്ക് പോയി നോക്കിയതാണ് ഫസ്റ്റിൽ. അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ അവിടെ എത്ര 10,000-കണക്കിന് ആളുകൾ വന്നു പോകുന്ന സ്ഥലമായി മാറിയില്ലേ. അത് UDF ഗവൺമെൻറ് ചെയ്തതാണ്. അത് ഇൻഫോ പാർക്ക് ഉണ്ടാക്കി, അതുപോലെ തന്നെ ടൈം ബൗണ്ടായിട്ട് കംപ്ലീറ്റ് ചെയ്തു, മറ്റു ക്യാമ്പസുകൾ കൊണ്ടുവന്നു. അങ്ങനത്തെ ഒരു എന്തൂസിയാസം ഇവർ കാണിച്ചില്ല. സ്മാർട്ട് സിറ്റി പിന്നെ വേറൊരു ഇൻവെസ്റ്ററും കൂടി ഇൻവോൾവ്ഡ് ആയ ഒരു സംഗതിയാണ്. ടികോം അവരും കൂടി ഇൻവോൾവ്ഡ് ആയ സംഗതിയാണ്. അവർ പിന്നെ അവർക്ക് പിന്നെ തുടക്കത്തിൽ ആ 2006 ശേഷം അവരോടെടുത്ത അപ്രോച്ചാണോ എന്തോ എനിക്ക് അറിഞ്ഞൂടാ. ആദ്യത്തെ എന്തൂസിയാസം പിന്നെ അവർ കാണിച്ചിട്ടില്ല, ഇന്നേ വരെ കാണിച്ചിട്ടില്ല. പിന്നെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് വന്നപ്പോൾ ഒന്നും കൂടി അവിടുത്തെ റൂളറൊക്കെ പോയി കണ്ട് ഗവൺമെൻറ് തലത്തിലൊക്കെ ഞങ്ങൾ ചർച്ച നടത്തി, പിന്നെ ഒന്ന് ലൈവാക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും അത് മെല്ലെപ്പോക്കായി, അവസാനം ഇപ്പോൾ തിരിച്ചു പോക്കായി. ഈ ടികോമിൻ്റെ വരവൊക്കെ അന്ന് വലിയ ആഘോഷമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അവരെ ഈ മാറ്റുമ്പം അതിൻ്റെ കാരണം കൂടി വിശദീകരിക്കേണ്ട ഒരു ബാധ്യത സർക്കാരിനില്ലേ? അല്ല, അതിനെ സർക്കാർ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട്. ഒരു വാർത്തയല്ലേ ഉള്ളൂ അവരെ കോമ്പൻസേഷൻ കൊടുത്ത് ഒഴിവാക്കുകയാണ് എന്നുള്ളത്. കേരളീയരോട് ഒരുപാട് മറുപടി പറയേണ്ട വിഷയങ്ങൾ അതിലുണ്ട്. അങ്ങനെ അല്ലല്ലോ, ആ സ്ഥലം ഇത്രയും കാലം ഉപയോഗിക്കാൻ പറ്റിയില്ല, സമയം എത്ര പോയി. അതായത് IT-യിൽ അതാണ് ഞാൻ പറഞ്ഞത്. IT-യിൽ ഇപ്പോൾ ടെക്നോളജി മാറി. ആദ്യത്തെ പിന്നെ ടെക്നോളജിയൊക്കെ അല്ലല്ലോ, ഇപ്പോൾ ഒക്കെ മാറി വരിക. അപ്പോൾ ഒക്കെ നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ എവിടെ എത്തി. നമുക്ക് പിന്നെയും ബസ്സുകൾ മിസ്സായിക്കൊണ്ടിരിക്കുകയാണ്. മാറി മാറി വരുന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ എടുക്കുന്ന സമീപനത്തിന് അതിലൊരു പങ്കുണ്ട്. കമ്പ്യൂട്ടറേ വേണ്ട എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ടല്ലോ, അത്രയെങ്കിലും എത്തി എന്ന് സമാധാനിക്കാം. ഇനി നോക്കും എന്ന് പറയുന്നിടത്തെങ്കിലും എത്തി എന്നുള്ളത് സമാധാനിക്കാം. ഓക്കെ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതൊരു ഇൻവെസ്റ്റ്മെൻ്റാണ്. ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിച്ച് ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. ഇപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ കരാർ, ഇപ്പോൾ ഇൻഫോസിസ് അത് ഇവിടെ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വന്നാണല്ലോ, ഒരു കുഴപ്പമില്ലല്ലോ. അതല്ല, ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റർ അല്ലേ.
അപ്പോൾ ഇത് അതും ഇതൊക്കെ പറഞ്ഞ് വെറുതെ സമയം കളഞ്ഞു. അത് തന്നെയാണ് ഇവിടെ ഉണ്ടായത്. നെഗറ്റീവായ ഒരുപാട് ചർച്ചകൾ നടത്തി കളഞ്ഞു എന്നല്ലാതെ കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഏതായാലും ശരി, എന്തെങ്കിലും ഈ സർക്കാരിന് ചെയ്യാൻ പരിപാടി ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ മുഴുവനായിട്ട് പുറത്തു വിടുമ്പോൾ നമുക്ക് ബാക്കി അഭിപ്രായം പറയാം. UDF വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കാൻ പോകുന്നത്? ഇപ്പോൾ UDF കൊണ്ടുവന്നൊരു പദ്ധതി അടുത്ത വർഷം അവസാനിപ്പിക്കാൻ പോകുന്നതെന്ന് പറയുന്നത് UDF വെറുതെ ഇരിക്കില്ല, കാര്യങ്ങളൊക്കെ പഠിക്കും. പഠിച്ചതിന് ശേഷം ഞങ്ങൾ അഭിപ്രായം പറയും. തീർച്ചയായിട്ടും ഇപ്പോൾ അസംബ്ലി വരാൻ പോവില്ല. അല്ലെങ്കിൽ ഞങ്ങൾ എന്തുകൊണ്ട് ഞങ്ങൾ വളരെ കൊണ്ടുവന്നാലും വളരെ ഇനീഷ്യേറ്റീവ്, വ്യക്തിപരമായി ഞാൻ വളരെ ഇനീഷ്യേറ്റീവ് എടുത്തൊരു പ്രോജക്റ്റാണ്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ വളരെ വിഷമമുണ്ടല്ലോ. അപ്പോൾ അത് എന്തുകൊണ്ട് നഷ്ടപ്പെടുന്നു എന്നുള്ളത്, എന്താണ് അതിൻ്റെ കോണ്ടക്സ്റ്റ് എന്നുള്ളത് തീർച്ചയായിട്ടും പരിശോധിക്കുകയും UDF പറയുകയും ചെയ്യും. ഓക്കെ. Zara Gold Diamonds and Platinum CPA Complex CPA Junction എടവണ്ണ. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി എടവണ്ണപ്പാറ, അരീക്കോട്, മഞ്ചേരി, നിലമ്പൂർ. ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ. അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സീതി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. 22 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ, എടവണ്ണ.